അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിലടക്കം കേന്ദ്രമാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിവിടെ വനം വകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറയാറുമുണ്ട്. അതുമേൽ എന്തൊക്കെ സമ്മർദ്ദം എംപിക്ക് ചെലുത്താനാകുമെന്നുള്ള ചോദ്യം ഉയരുന്നു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രാധയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് അതിക്രൂരമായ ആക്രമണമായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിനിടെ തന്നെ രാധയുടെ ആഭരണങ്ങളടക്കം കണ്ടുകിട്ടിയിരുന്നു. നേരത്തെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ CPM പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കൊടി കാട്ടി. രാധയുടെ കുടുംബത്തെ കണ്ട ശേഷം പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുമോ എന്ന് കാണണം. കണിയാറത്താണ് പ്രിയങ്ക ഗാന്ധിക്ക് നേരത്തെ CPM പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. അവിടേക്ക് എത്താൻ സ്ഥലം MP വൈകി എന്നുള്ളതാണ്. പ്രിയങ്ക എവിടെ എന്ന ചോദ്യമാണ് അവിടെ CPMകാർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്നും ഒരു ആക്രമണ വാർത്തയുണ്ട്. കടുവ വളർത്ത് നായയെ കടിച്ചു കൊന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ ശേഷം വീണ്ടും മറ്റൊരു കടുവയെ മറ്റൊരു പ്രദേശത്ത് വയനാട്ടിൽ തന്നെ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും വയനാട്ടിലെ വിവിധ മേഖലകളിൽ നിന്നും വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലുള്ളത്. അത് എത്രത്തോളം നടപ്പാക്കാനാകുമെന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു.